ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ കാർ ഡ്രൈവിംഗിൽ നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നത്, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പല ആൾക്കാർക്കും രാത്രി കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് എങ്ങനെയാണ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. കാരണം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് എപ്പോഴും പകലായതുകൊണ്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ യൂസ് എങ്ങനെ ശരിയായ രീതിയിൽ രാത്രി കാലം ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് നിങ്ങളെ ക്ലിയർ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങളെ ഞാൻ വാഹനം ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ പറയാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ടോപ്പ് ലൈറ്റ് അല്ലെങ്കിൽ റീഡിംഗ് ലൈറ്റ് ക്ലിയർ ആയിട്ട് ഓഫ് ചെയ്തിട്ടേ നൈറ്റ് ഡ്രൈവ് ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ ഇതിട്ട് ഡ്രൈവ് ചെയ്യരുത്. ഇത് നിങ്ങൾ ഓഫ് ചെയ്യാനായിട്ട് ഈ ഒരു മോഡ് ജസ്റ്റ് സെൻറ്ററിലേക്ക് ആക്കുക. സെൻറ്റർ മോഡിലേക്ക് ആക്കി ഇടാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ വാഹനം രാത്രി ഓടിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു നോബ് കാണാം. ഓക്കെ, ഈ ഒരു നോബ് നമുക്ക് മുന്നോട്ട് തിരിക്കാൻ കഴിയുന്നതാണ്. അതായത് ഈ നോബ് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് നമ്മൾ ഇതേ ഇങ്ങനെ കൈവിരൽ കൊണ്ട് ഒന്ന് മുന്നോട്ട് കറക്കി കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന്റെ മീറ്റർ കൺസോളിലെ ലൈറ്റ് തെളിയും. ഇപ്പോൾ വാഹനത്തിന്റെ മീറ്റർ കൺസോളിലെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇതൊന്നും കൂടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ടിലെ ലൈറ്റ് എല്ലാം തെളിയും. നിങ്ങൾ നോക്കുക, ഞാനിത് ഈ നോബ് ഒന്നും കൂടെ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ വെട്ടത്തിൽ കാണിക്കാം. നിങ്ങൾ നോക്കുക, ഈ ഒരു നോബ് ഞാൻ ഒന്നും കൂടെ തിരിച്ചു കൊടുക്കുന്നു. ഇപ്പൊ നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് പൂർണ്ണമായിട്ട് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇത് ഡിം മോഡിലാണ് കിടക്കുന്നത്. അതായത് നമ്മളുടെ വണ്ടിയുടെ വെട്ടം പോയേക്കുന്നത് റോഡിന്റെ താഴ്ഭാഗത്തേക്കാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്ത് ഈ മോഡിൽ വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പം ഇനി ഓപ്പോസിറ്റ് വണ്ടികൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് ബ്രൈറ്റ് മോഡിലേക്ക് ആക്കണം. അതിനെന്ത് ചെയ്യണം, ഈ ലിവർ ജസ്റ്റ് പിടിച്ചിട്ട് താഴോട്ടൊന്നിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ഒരു നീല വെട്ടം തെളിയും. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ബ്രൈറ്റ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് റോഡ് ക്ലിയർ വ്യൂ ആയിട്ട് കാണാവുന്ന ഒരു മോഡാണ്. അപ്പം നമുക്ക് ഈ മോഡ് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ബ്രൈറ്റ് മോഡിൽ പോകുന്നു. ഓപ്പോസിറ്റ് ഒരു വണ്ടി കഴിഞ്ഞാൽ ഇത് ഡിം മോഡിലേക്ക് ഇത്തരത്തിൽ മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്, അപ്പം നമ്മൾ ഡിം മോഡിലേക്ക് മാറ്റുക. ഈ വണ്ടികൾ പോയതിന് ശേഷം മാത്രമേ വീണ്ടും നമ്മൾ ബ്രൈറ്റ് മോഡിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ വീണ്ടും ബ്രൈറ്റ് മോഡിലേക്ക് ഇടുന്നു. ഇനി നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ വാഹനത്തിന്റെ ഉള്ളിലുള്ള ഈ ടോപ്പ് ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യുന്നു. വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. കൃത്യമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാർക്ക് മോഡിലേക്ക് ഇടുകയാണ്. ഈ നോബ് ഒന്ന് മുന്നോട്ട് തിരിക്കുന്നു. ഇപ്പോൾ പാർക്ക് മോഡിലേക്ക് വന്നിട്ടുണ്ട്. പാർക്ക് മോഡിൽ വരുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ 4 സൈഡിലുള്ള ലൈറ്റുകൾ ചെറുതായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു മോഡാണ്. ഓക്കെ, ഇപ്പം നമ്മളുടെ വാഹനം പാർക്ക് മോഡിലേക്ക് വരുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ കൊടുക്കുന്നു. വീണ്ടും ഹെഡ്ലൈറ്റ് ഞാൻ ഓൺ ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ബ്രൈറ്റ് മോഡിലാണ് കിടക്കുന്നത്. ഞാൻ ഡിം മോഡിലേക്ക് ആക്കി കൊടുക്കുന്നു. കാരണം ഇപ്പോൾ ഓപ്പോസിറ്റ് വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡിം മോഡിലേക്ക് ആക്കുന്നു. ഇനി നമുക്ക് വാഹനം പതുക്കെ എടുക്കാം. ലെഫ്റ്റിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ പതിയെ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. പുറകിൽ നിന്നും വണ്ടികളുണ്ടോ എന്ന് നോക്കി പതിയെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളുടെ വാഹനം വരികയാണ്. ഇപ്പം ഞാൻ ഡിം മോഡിലാണ് ഇട്ടേക്കുന്നത്. കാരണം ഓപ്പോസിറ്റ് എല്ലാം വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഡിം മോഡിൽ നിങ്ങൾ ഇങ്ങനെ ഇട്ട് ഓടിക്കുക. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ മുന്നിലായിട്ടൊരു വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു ക്ലിയർ വ്യൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ബ്രൈറ്റ് മോഡിലേക്ക് ആക്കി കൊടുക്കും. ഇപ്പം ഞാൻ ബ്രൈറ്റ് മോഡിലേക്ക് ആക്കുന്നു. മുന്നിൽ പോകുന്ന ഒരു JCB ആണ്. ഓക്കെ, വീണ്ടും ഞാൻ ഡിം മോഡിലേക്ക് ആക്കി. കാരണം ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നപ്പം ഞാൻ ഡിം ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മളുടെ വാഹനം തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പം മുന്നിലൊരു വാഹനവും പോകുന്നുണ്ട്. അപ്പം ഈ മുന്നിലൊരു വാഹനമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡിം മോഡിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അടുത്തടുത്താണ് ആ ഒരു വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ദൂര വ്യൂ നമുക്കിപ്പോൾ ആവശ്യം നിലവിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിം മോഡാണ് ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് തീർത്തും ഇരുട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ നിങ്ങൾ ബ്രൈറ്റ് മോഡിലേക്ക് ഇടാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ ഡിം മോഡിൽ തന്നെ ഇങ്ങനെ വാഹനമായിട്ട് പോകുന്നു. ഓക്കെ, ഇപ്പം മറ്റു വണ്ടികളില്ല. വീണ്ടും ബ്രൈറ്റ് മോഡിലേക്ക് ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുകയാണ്. ഇനി രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ നടന്നു പോകുന്നുണ്ടെന്ന് കരുതി ഒരു കാരണവശാലും രാത്രികാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഹോൺ അടിക്കരുത്. രാത്രികാല ഡ്രൈവിങ്ങിൽ ഹോൺ അനുവദിച്ചിട്ടില്ല. നമ്മൾ രാത്രി കാലങ്ങളിൽ ചെയ്യേണ്ടത്
ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്, ഞാൻ ഡിം മോഡിലേക്ക് ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഡിം മോഡിൽ പോകുന്നു, വീണ്ടും ആ വണ്ടി കടന്നുപോയി ബ്രൈറ്റ് മോഡിലേക്ക് ആക്കി. ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു വണ്ടി വരുന്നു, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഡിം മോഡിലേക്ക് ആക്കുന്നു. ഓക്കെ, വെട്ടം നമ്മൾ താഴ്ത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ അവർ വരുന്നത് ഡിം മോഡിലാണ്, അതുകൊണ്ട് നമ്മുടെ കണ്ണിലേക്കും ഒരുപാട് ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ചില വളവുകളൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടികളെ കാണാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബ്രൈറ്റും ഡിമ്മും ഇത് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് ഇത്തരത്തിൽ വെട്ടം മാറി മറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് രാത്രി കാലങ്ങളിൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മളൊരു ദീർഘദൂര യാത്രയൊക്കെ പോകുന്ന സമയത്ത് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം വളവുകളൊക്കെ തിരിഞ്ഞു വരുമ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് അവരെ അറിയിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണിത്. വളവിൽ നമ്മൾ ഈ ഡിമ്മും ബ്രൈറ്റും ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ആ വെട്ടം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നതാണ്. അതിനുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ ഡിം മോഡിലാണ് പോകുന്നത്. വാഹനം പതിയെ സൈഡ് ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി കടന്നു പോയി. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് നമ്മൾ ഇത്തരത്തിൽ രാത്രികാലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒരു കയറ്റമൊക്കെ, ഇപ്പം നമ്മളൊരു ഇറക്കം ഇറങ്ങി പോവുകയാണ്, കയറ്റമൊക്കെ ഒരു വണ്ടി കയറി വരുന്നുണ്ടായിരിക്കും. കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഡിം മോഡിലാണെങ്കിൽ പോലും അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടത്തില്ല. നമ്മുടെ വെട്ടം നേരെ കണ്ണിലേക്കായിരിക്കും അടിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർക്കത് തീർത്തും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഒരു ഇടുങ്ങിയ സ്പേസിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പതിയെ നമ്മൾ സൈഡ് ഒതുക്കി നമ്മളുടെ വണ്ടിയുടെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഡ്രൈവിങ്ങിലെ ഒരു മാന്യതയാണ്. നമ്മളത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഡിം മോഡിലാണ് വരുന്നതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പതിയെ ഇതുപോലെ സൈഡിലേക്ക് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ ഓപ്പോസിറ്റ് വരുന്നവർ കയറിപ്പോയിക്കോളും. അതിനുശേഷം നമുക്ക് വീണ്ടും ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോകാനായിട്ട് കഴിയും. ആ ഒരു മര്യാദ നമ്മൾ കൃത്യമായിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ വെട്ടം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് റോഡോ മറ്റു കാര്യങ്ങളോ ഒരു ക്ലിയർ വ്യൂ കിട്ടാതെ വരുമ്പോഴാണ് രാത്രി കാലങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള പരമാവധി ഡ്രൈവിംഗ് നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാണ് പോകുന്നതെങ്കിലും ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ദീർഘദൂരമൊക്കെ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ ഉറങ്ങി വന്നാൽ പോലും അപകടങ്ങൾ ഉണ്ടാകും. രാത്രികാല ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പരിധിവരെ രാത്രികാല ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കുക. നമ്മൾ വീട്ടിൽ നിന്നൊന്ന് ടൗണിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ പ്രോബ്ലമില്ല. അല്ലാത്ത ദീർഘദൂര യാത്രകൾ രാത്രികാലങ്ങളിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഉറക്കം രാത്രിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വാഹന സൈഡ് ഒതുക്കി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിർത്തി ഒന്ന് ചെറുതായിട്ട് കിടന്ന് ഉറങ്ങി നമ്മുടെ ആ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി മുഖമൊക്കെ ഒന്ന് കഴുകി അതിനുശേഷം ഫ്രഷായി മാത്രമേ പിന്നീട് വാഹനം ഓടിക്കാൻ പാടുള്ളൂ. ഉറക്കം വന്നു തുടങ്ങിയാൽ ഒരു കാരണവശാലായിട്ടും വണ്ടിയുമായിട്ട് പോകരുത്. നമ്മൾ ഒരു പക്ഷെങ്കിൽ ചിന്തിക്കും നമ്മൾ ഉറങ്ങിയില്ല എന്നുള്ളൊരു ചിന്തയുണ്ടാവും. പക്ഷെങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ മൈൻഡ് ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും, നമ്മൾ ഉറങ്ങിപ്പോകും, അപകടങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ലൈറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അതുകൊണ്ട് കുറേയധികം കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ പ്രധാനമായിട്ടും ലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നൈറ്റ് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ തൊട്ടുമേളിൽ ഇപ്പോൾ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ ധാരണകൾ തീർച്ചയായിട്ടും നൈറ്റ് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്കുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.